ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ചൈനീസ് ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആർ യു ലോൺസം ടുനൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവലെന്നല്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവി തുടങ്ങുന്നത് ഒരു സാധാരണ രീതിയിൽ, പിന്നെ പകുതി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയുടെ ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഈ ഒരു മൂവി പോകുന്നത്. സത്യം പറയാലോ, നിങ്ങൾ ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, കണ്ടു തീർക്കാൻ കുറച്ചെങ്കിലും ക്ഷമ വേണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുന്ന രീതിയിൽ ബോറടിക്കാതെ നമുക്ക് എന്തായാലും ഈ ഒരു മൂവി കണ്ടു തീർക്കാം. അപ്പോൾ മൂവിയെ പറ്റി അധികമായിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഒരു വലിയ കാടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു കാടിനകത്തായിട്ട് ഒരു ജയിലുണ്ട്. ആ ഒരു ജയിലിനുള്ളിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സിയോ മിക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് ഈ ഒരു ജയിലിൽ വന്നത് എന്ന് സ്വയം അവനിങ്ങനെ പറയാണ്. ഈ ഒരു ജയിലിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടാതെ കുറച്ച് നാളുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശിക്ഷാ കാലാവധി കഴിയും, അത് കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാൻ പോവാണ് എന്നുള്ള കാര്യം പറയുന്നതും സത്യത്തിൽ നമ്മുടെ ഹീറോ എങ്ങനെയാണ് ഈ ഒരു ജയിലിലേക്ക് വന്നത് എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഹീറോ ഒരു എയർ കണ്ടീഷണർ ഓപ്പറേറ്റർ ആണ്. അങ്ങനെ തന്റെ വർക്കിന്റെ ആവശ്യമായിട്ട് ഒരു കോള് വരുമ്പോൾ ഹീറോ തന്റെ ആ ഒരു വാനും എടുത്ത് അവിടെ നിന്നും പോയി കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വരുന്ന വഴിക്ക് റോഡിലായിട്ട് ഒരു എരുമ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഹീറോ ആയാലും അവിടെ വണ്ടി നിർത്തി ഒരുപാട് നേരം ഹോൺ അടിച്ച് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു എരുമ മാറുന്നില്ല. ഓക്കെ, എന്തായാലും അത് അവിടെ നിന്ന് പോത്തില്ല എന്ന് മനസ്സിലാക്കി ഹീറോ മറ്റൊരു വഴിയെ തിരിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവനാണെങ്കിൽ സിഗരറ്റ് എല്ലാം വലിക്കുന്നുണ്ട്. അതുമല്ല, സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്ക് എന്തായാലും അറിയില്ല, നമുക്ക് മുന്നിലേക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ സിഗരറ്റ് എല്ലാം വലിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴെ എന്തോ ഒരു കാര്യം കണ്ട് അവൻ ആ ഒരു സീറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വാൻ എന്തിലോ വന്നിങ്ങനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും ഹീറോ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. പിന്നീട് പുറകിലേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് അതൊരു മനുഷ്യനായിരുന്നു. ഇടി കൊണ്ടിട്ടാണെങ്കിൽ അയാൾ മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ഹീറോയുടെ മുഖമാണെങ്കിൽ സ്റ്റിയറിംഗിൽ വന്ന് ഇടിച്ചിട്ട് അവന്റെ മൂക്കും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി വാനിൽ നിന്നും പതിയിറങ്ങി വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ട് അവൻ നല്ലതുപോലെ പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ പതിയെ ആ ഒരു വാനിലേക്ക് കയറി വാന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു മനുഷ്യന് ജീവനുണ്ട്, ഇപ്പോഴും മരിച്ചിട്ടില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ആർ യു ലോൺസം ടുനൈറ്റ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ അത്യാവശ്യം ഒരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീയെ കാണിക്കാണ്. അവരിപ്പോ ഒരു നോട്ടീസുമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ തന്നെ ആളുകൾ നടക്കുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെയെല്ലാം തന്റെ ഭർത്താവിനെ കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അവിടെയും തന്റെ ഭർത്താവ് കാണാനില്ല എന്ന് പറഞ്ഞ് ആ ഒരു പരാതി ഇങ്ങനെ എഴുതി കൊടുക്കാണ്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും അവരവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ആദ്യം എടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അയാളൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഹലോ എന്നെല്ലാം വെച്ച് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ഫോൺ കോൾ വരുമ്പോൾ അവർ പെട്ടെന്ന് എടുത്ത് സംസാരിക്കും. അപ്പോഴാണ് പറയുന്നത്, ഹലോ, ഇത് ലിയാങ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതീന്ന് പറയും. ഓക്കെ മാഡം, നിങ്ങളുടെ വീട്ടിലെ എയർ കണ്ടീഷണർ അത് ശരിയാക്കാനായിട്ട് ആള് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ലില്ല, ഇപ്പൊ എന്തായാലും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അതേസമയം വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു. ഇത്തവണ എടുത്ത് സംസാരിക്കുമ്പോൾ ലിയാങ് എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി പെട്ടെന്ന് എവിടേക്ക് പോവാണ്. അത് വേറെ എവിടെയല്ല, ഒരു മോർച്ചറിയിലേക്ക്. അങ്ങനെ അവിടേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്, കാണാതായിട്ടുള്ള അവരുടെ ഭർത്താവിന്റെ ശരീരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ അത് അവരുടെ ഭർത്താവ് തന്നെയാണ്. അയാളുടെ പേര് ചെൻ. അപ്പൊ എന്തായാലും തന്റെ ഭർത്താവ് മരിച്ചെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവർക്ക് ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു മകനും എന്തോ ഒരു അസുഖം കാരണം മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോ അവരുടെ ഭർത്താവും മരിച്ചു, അവർ തനിച്ചേ ഉള്ളൂ. ആ ഒരു വിഷമത്തില് വീട് മുഴുവനായിട്ടും ആ ഒരു പഴയ ഓർമ്മകളെല്ലാം ആലോചിച്ച് അവരിങ്ങനെ നടക്കാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ലിയാങ്ങിന്റെ വീടിന് വെളിയിൽ ആരോ വന്നിങ്ങനെ തട്ടുന്നു. വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോ പറയും, മാഡം എയർ കണ്ടീഷണർ ശരിയാക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവരാണെങ്കിലോ ഹീറോയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ അവരുടെ ഭർത്താവ്, മകൻ അവരെല്ലാവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ശരിയാക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ഒരു ലേഡിയുടെ ഭർത്താവിനെ കാണാതായെന്ന് പറഞ്ഞിട്ട് അവരൊരു നോട്ടീസ് അച്ചടിച്ചിറക്കിയിരുന്നല്ലോ, ആ ഒരു നോട്ടീസും കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോ അന്ന് ആ ഒരു വാൻ കൊണ്ട് ഒരാളെ ഇടിച്ചല്ലോ. അങ്ങനെ ഇടിച്ചതിന് ശേഷം ആ ഒരു വാനും എടുത്ത് ഹീറോ അവിടെ നിന്ന് കുറെ മുന്നിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് പോയിട്ടാണ് അവിടെ ഒരിടത്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്ത് തോന്നുന്നറിയത്തില്ല ആ ഒരു വാനും കൊണ്ട് അതേ വേഗതയിൽ തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് വാനിൽ നിന്ന് ഇറങ്ങി ആ ഇടി കൊണ്ട് കിടക്കുന്ന അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നിട്ട് അയാൾക്ക് ശ്വാസം ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്തായാലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇയാളുടെ ശരീരം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് അയാളുടെ ശരീരം അവിടെ നിന്ന് വലിച്ചെടുത്ത് ഹീറോ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു റോഡ് കുറച്ച് ഉയരമുള്ള ഒരു ഭാഗമാണ്,
അവിടെ നിന്നും അയാളുടെ ശരീരം പതിയെ താഴേക്ക് ഇങ്ങനെ ഉരുട്ടിവിടും. അങ്ങനെ അയാളുടെ ശരീരം ഉരുണ്ട് നേരെ താഴേക്ക് പോയിട്ട് അങ്ങനെ അതിനുശേഷം ഹീറോ തന്റെ ആ ഒരു വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ അറിയാതെയാണെങ്കിലും ഒരാളെ കൊന്നല്ലോ. ആ ഒരു ടെൻഷനും അതേപോലെ തന്നെ നല്ല പേടിയുണ്ട് ഹീറോയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുമല്ല ഹീറോയ്ക്ക് ഒരു കാമുകയുണ്ട്. അവളോട് പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരോടും ഒന്നും കാണിക്കാതെ ആ ഒരു പേടി ഉള്ളിൽ വെച്ച് അടുത്ത ദിവസം ഹീറോ തന്റെ ജോലി ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അടുത്തായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അവിടെ കുറച്ച് പയ്യന്മാര് വേറൊരു പയ്യനെ നല്ലതുപോലെ കളിയാക്കിയിട്ട് അവൻ ഈ ഒരു വെള്ളത്തിലേക്കെല്ലാം തള്ളിവിടുന്നു. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം കണ്ട് തന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഹീറോ തിരിച്ചു വരുമ്പോ ആ ഒരു പയ്യനെ ഉപദ്രവിച്ചില്ല 2 പയ്യന്മാര്. അവര് രണ്ടുപേരും എന്തോ സിഗരറ്റ് ഇങ്ങനെ വലിക്കാണ്. അപ്പോൾ ഹീറോ എന്നിട്ട് അതിലൊരു പയ്യനെ നല്ലതുപോലെ അടിച്ചിട്ടാണ് പറയുന്നത്, നിനക്ക് എത്ര വയസ്സായി? 18 ആയില്ലല്ലോ, എന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു സിഗരറ്റും വാങ്ങി അവരെ രണ്ടുപേരും ഓടിച്ചു വിട്ട് വലിക്കുന്ന സമയത്താണ് അവിടെ ഒരു ചെറിയ പയ്യൻ എന്തോ ഒരു നോട്ടീസ് പേപ്പർ എടുത്ത് അത് വെച്ച് ഇങ്ങനെ പ്ലെയിൻ ഉണ്ടാക്കി പറത്തി എറിയുന്നു. അപ്പൊ ഈ ഒരു പേപ്പർ വെള്ളത്തിലേക്ക് വീഴുന്നതും അതിൽ അയാളുടെ ഫോട്ടോ കാണുമ്പോൾ ഹീറോ ഇവിടുന്ന് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു നോട്ടീസ് എടുത്ത് ഇങ്ങനെ നോക്കാണ്. അതുമല്ല അതും എടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊരിടത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നു. അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ കാര്യം മനസ്സിലാവുന്നത്. ഹീറോ രാത്രിയിൽ ആ ഒരു വാൻ കൊണ്ട് ഇടിച്ച് കൊന്നല്ലോ ഒരാളെ. ആ ഒരാള് ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ഭർത്താവായിരുന്നു. അപ്പൊ ആദ്യം ഹീറോ വിചാരിച്ചത് അയാളുടെ ശരീരം ആരും കണ്ടുപിടിച്ചില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പൊ അയാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് തന്നെ അച്ചടിച്ചിറക്കുമ്പോൾ എന്തായാലും ഇതൊരു വലിയ കേസാണ്. അതുകൊണ്ട് സ്വയം ആ ഒരു കുറ്റം സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ചെന്ന്, മേഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ എന്താ പറയൂ. ഇല്ല, ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ ഒരാളെ കാർ കൊണ്ട് ഇടിച്ചു. അപ്പൊ അവരാണെങ്കിലും ആളാരാണെന്നറിയോ? ഇല്ല, ആളാരാണെന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പൊ ആ ഒരു പോലീസുകാർ ചോദിക്കും, അല്ല നിങ്ങൾ ഇടിച്ചത് ആരെയാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയത്തില്ല ഞാൻ ഇടിച്ചത് ആരെയാണെന്ന് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പോലീസുകാരിയെ വേറെ ആരോ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ആ ഒരു തിരക്കില് ഓക്കെ നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവരങ്ങ് പോവാണ്. ഷെടാ ഇതെന്ത് പോലീസുകാരിയാണെന്ന് അറിയത്തില്ല. ഒരാൾ വന്ന് ഇടിച്ചു, ഒരാളെ കൊന്നു എന്നെല്ലാം പറയുമ്പോൾ അതുപോലും കേൾക്കാനുള്ള സമയം അവർക്കില്ല. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കും അവിടെ ആൾറെഡി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു കുറ്റവാളികളെല്ലാം ഈ ഒരു പോലീസുകാരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഹീറോ അത് കണ്ട് പേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് തൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്, ആ ഒരു സൈക്കിളും എടുത്ത് ഈ ഒരു ആക്സിഡന്റ് നടന്നല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പൊട്ടിയ ഗ്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് അവിടെ അയാളെ ഉരുട്ടി താഴെ കിട്ടല്ലോ. അത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പുല്ലെല്ലാം പിടിച്ചു നിൽക്കുന്ന വലിയൊരു കാടാണ്. അതിനകത്തേക്ക് ഹീറോ ഇറങ്ങി ചെല്ലാണ്. അങ്ങനെ അവിടെയെല്ലാം നല്ലതുപോലെ തന്നെ അയാളുടെ ശരീരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ ശരീരം മാത്രം അവിടെ നിന്ന് കിട്ടുന്നില്ല. നോക്കുമ്പോൾ ചെറിയൊരു ഓടയുണ്ട്. അതിനകത്ത് നിന്നും ഒരു ലോക്കറിന്റെ നമ്പരും അതേപോലെ തന്നെ ഒരു കീയും അവിടെ നിന്ന് കിട്ടുന്നു. അതെടുത്ത് നമ്മുടെ ഹീറോ കയ്യിൽ വെച്ചേക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്റെ കാമുകയുണ്ടല്ലോ അവളായാലും ചോദിക്കും, അല്ല നിനക്കിപ്പോ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ട്, നീ എന്താണെന്ന് എന്നോട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു കാര്യം പോലും അവളോട് പറയാനായിട്ട് തയ്യാറല്ല. അവന് നടന്ന ഈ ഒരു കാര്യം അവളോട് പറയാനായിട്ട് അവൻ തയ്യാറല്ല. അങ്ങനെ എന്ത് ചെയ്തെന്നറിയത്തില്ല. ഹീറോ വീണ്ടും തന്റെ ജോലിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മഴ പെയ്യുന്നു. ഇവരെല്ലാവരും കൂടി ഒരു വലിയ പാലത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ അവിടെ ഒരു തണ്ണിമത്തൻ കച്ചവടക്കാരനുണ്ട്. അയാളാണെങ്കിൽ ഈ ടാർപ്പെല്ലാം പിടിച്ചു വെച്ചേക്കുന്ന ആ ഒരു സമയത്ത് ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവിനെ കാണാനില്ല എന്നുള്ള ആ ഒരു നോട്ടീസ് ഉണ്ടല്ലോ എല്ലാവർക്കും കൊടുത്ത് അവസാനം ഇവരെല്ലാവരും ഈ ഒരു മഴ നനയാതിരിക്കാൻ വേണ്ടി ഈ ഒരു ടാർപ്പിന് അടിയിലേക്ക് കയറി നിൽക്കും. ആ ഒരു സമയത്താണ് അവരുടെ കയ്യിൽ ആ ഒരു നോട്ടീസ് ഇരിക്കുന്നത് ഹീറോ കാണുന്നത്. അപ്പൊ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് അവൻ കൊന്നതെന്ന്. അങ്ങനെ ഇത് കൂടി കാണുന്നതും ആ ഒരു സ്ത്രീ അവിടെ നിന്ന് ഓടി പോകുമ്പോൾ അത് കഴിഞ്ഞ് ഹീറോ എന്തോ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് രാത്രിയിൽ അവരുടെ വീടിന് വെളിയിൽ ആ ഒരു എയർ കണ്ടീഷണർ ഉണ്ടല്ലോ അതിന്റെ ഒരു പൈപ്പ് ഭാഗം അതിങ്ങനെ ഊരിവിടുന്നു. അപ്പോഴേക്കും അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള തണുപ്പ് വീടിനകത്ത് കിട്ടത്തില്ല. ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. അതേപോലെ തന്നെ എയർ കണ്ടീഷണർ റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ ആ ഒരു കാർഡ് ഉണ്ടല്ലോ ആ ഒരു കാർഡും അവരുടെ വീടിന് വെളിയിലായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇവര് നമ്മുടെ ഹീറോയെ ആ ഒരു AC ശരിയാക്കാനായിട്ട് വിളിക്കുന്നത്. സത്യം പറഞ്ഞാല് ആ ഒരു AC കേടാക്കിയതേ ഹീറോയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിപ്പോ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവരുടെ ഭർത്താവിനെ കൊന്നത് ഹീറോ ആണെന്നുള്ള കാര്യം അവരോട് തുറന്നു പറയണം. അതുകൊണ്ട് ഹീറോ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ഞാനാണ്, നിങ്ങളുടെ ഭർത്താവിനെ വണ്ടി ഇടിച്ചത് ഞാനാണ് എന്നിങ്ങനെ അവരോട് പറയാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വെളിയിൽ ആരോ ബെല്ലടിക്കുന്നു. ലിയാങ് ചെന്ന് തുറക്കുമ്പോഴത്തേക്കും ഈ അയൽക്കാരിയായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ അവരാണ് ഇവരുടെ ഭർത്താവ് മരിച്ച ആ ഒരു കാര്യം അറിഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സംഭവം നടന്നിട്ട് കുറെ ദിവസമായി. എന്നിരുന്നാലും ഇപ്പോഴാണ് അയൽക്കാരെല്ലാം വരുന്നത്. എല്ലാവരും വന്ന് ലിയാങ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവർ തന്നെ വീടിനകത്തേക്ക് കയറി പാചകമെല്ലാം ചെയ്ത് വെറുതെ ഈ ഒരു അയൽക്കാരാകുമ്പോഴത്തേക്കും വന്നൊന്ന് മുഖം കാണിക്കണമല്ലോ എന്നിട്ട് വെറുതെ വന്നിരുന്ന് അവരുടെ മുന്നിലിരുന്ന് കരയാണ് ഈ ഒരു സ്ത്രീകള്. അപ്പൊ ഇതിനിടയ്ക്ക് എന്തായാലും ഹീറോയ്ക്ക് അവരോട് ക്ഷമ ചോദിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ ലിയാങ്ങിനായാലും ഇവർ കാണിക്കുന്നത് കാരണം നല്ല വെറുപ്പുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അവര് വന്ന് പറഞ്ഞു പോയില്ലേ. അങ്ങനെ ആ ഒരു സ്ത്രീകളെല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇപ്പോഴാണ് ലിയാങ് ഹീറോയോട് പറയുന്നത്, അവര് പോവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, എനിക്ക് നല്ലതുപോലെ ഒന്ന് പാചകം ചെയ്യാൻ കഴിഞ്ഞില്ല,
എന്നെല്ലാം പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു സിഗരറ്റ് എടുത്ത് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയും, ഇല്ല, എന്റെ ഭർത്താവ് ഒരിക്കലും എന്നെ സിഗരറ്റ് വലിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ അവർ സിഗരറ്റും വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഹീറോ തന്നെ ജോലിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇത്തവണ ഹീറോയ്ക്ക് എന്തായാലും അവരോട് ആ ഒരു സത്യം പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കാനായിട്ട് പറ്റിയില്ല. അതുമല്ല, അപ്പൊ തന്നെ ഹീറോയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഇവര് മറ്റുള്ളവരിൽ നിന്നും ഈ അപരിചിതരായിട്ടുള്ള ആളുകളോട് മാത്രം തന്റെ രഹസ്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെ തന്നെ ഹീറോ ഫോളോ ചെയ്യാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവര് ഒരു വലിയ നദിയുണ്ട്, അതിന്റെ കരയിലായിട്ട് കാടായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. അതിനുള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. ഹീറോയും പുറകെ തന്നെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് കുറെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവരവിടെ ഒരു കല്ലിനടുത്തേക്ക് പോയിരുന്ന് നല്ലതുപോലെ കരയാണ്. ഇത്രയും നാളായിട്ട് അവർ കരഞ്ഞിട്ടില്ല. ആ ഒരു വിഷമമെല്ലാം അവിടെ വെച്ച് തന്നെ കരഞ്ഞു തീർത്ത്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവരവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ അവിടേക്ക് വന്നിട്ട് ആ ഒരു പുഴയിലേക്ക് വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞുള്ള മറ്റൊരു ദിവസം ഹീറോ ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ മറ്റൊരു വീട്ടിൽ AC ശരിയാകാനായിട്ട് വരുന്ന സമയത്താണ് ഒരു കാര്യം കാണുന്നത്. വേറെ ഒന്നുമല്ല, ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവ് ഉണ്ടല്ലോ, അയാള് വേറെ ആർക്കോ പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവര് രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് ഒരു 50,000 രൂപ ഞങ്ങൾക്ക് തരാനുണ്ട്, നിങ്ങളത് തരുമെന്ന് ചോദിക്കുമ്പോൾ ലിയാങ് പറയും, ഇല്ല, ഇപ്പൊ എന്റെ കയ്യിൽ എന്തായാലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും, അത് ശരിയാവത്തില്ല, ഞങ്ങൾ എന്തായാലും അതിനുള്ള ബലം എടുത്തോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നതും ഇത് കണ്ട് നമ്മുടെ ഹീറോ ഓടിച്ചെന്ന് അവരെ രണ്ടുപേരെ അടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം അവരെ രണ്ടുപേരെ ഇടിച്ചതിന് ശേഷം ലിയാങ് എന്താ ചെയ്യുന്ന വെച്ചാല് ലിയാങ്ങിന് വേണ്ടിയിട്ടാണല്ലോ അവ ഇടി ഉണ്ടാക്കിയത്. അതുപോലെ നേരത്തെ തന്നെ അറിയാം ഇവരുടെ വീട്ടിലെ AC ശരിയാക്കാൻ വന്നിരുന്നു. അതുകൊണ്ട് കുറച്ച് ഐസ് എടുത്ത് അവനിങ്ങനെ വെക്കാൻ കൊടുക്കും. അതുപോലെ അവന്റെ മൂക്കിലൊരു മുറിവ് കാണുമ്പോൾ അവർ ചോദിക്കും, അല്ല ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു സത്യം പറയാനായിട്ട് വരും. കാർ ആക്സിഡന്റ് ആയതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സത്യം പറയാനായിട്ട് വരുമ്പോൾ അവരതിന് മുന്നേ തന്നെ കിച്ചണിലേക്ക് പോകുന്നതും ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രി ഹീറോയ്ക്ക് ഫുഡെല്ലാം വെച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹീറോ ഒരു നല്ല മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഒരു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാല് അവിടെ ഒരു റൂമിനകത്തേക്ക് കയറി ഈ ഒരു ഫാമിലി ഫോട്ടോ, വേറെ കാര്യങ്ങള് ഇതെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലിയാങ് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട്, നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോ എന്നും പറഞ്ഞ് ഹീറോയെ വെളിയിലേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷവും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ സമാധാനമില്ല. തന്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യം അവരോട് തുറന്നു പറഞ്ഞേ പറ്റൂ, ഇല്ലാതെ ഹീറോയ്ക്ക് എന്തായാലും സമാധാനം കിട്ടത്തില്ല. ആ ഒരു രീതിയിൽ അവൻ ഇങ്ങനെ ആലോചിച്ച് തന്നെ നടക്കുകയാണ്. അതുമല്ല, പോലീസ് ഇനിയിപ്പോൾ എപ്പോഴാണ് തന്നെ പിടിക്കുന്നത് എന്നും ഹീറോയ്ക്ക് അറിയത്തില്ല. അതിനുവേണ്ടി എന്തായാലും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും അവൻ എങ്ങനെ കഴിയണമെന്ന് പോലും അറിയാതെ തള്ളി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല, അന്ന് നടന്ന ആ ഒരു സംഭവം അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അതേ സമയം തന്നെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഹീറോ അന്ന് അയാളെ വണ്ടി ഇടിച്ച് പോയതിനു ശേഷം വേറൊരു കാർ അവിടേക്ക് വരുന്നത് പോലെയും ആ ഒരു കാറിനകത്ത് ഹീറോ ഇരുന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നു. കാണിക്കുമ്പോൾ ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വന്ന് വലിച്ച് അയാളെ ആ ഒരു കുഴിയിലേക്ക് കൊണ്ടിടുന്നത് പോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്കറിയത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു ജയിലിനുള്ളിൽ കിടന്നിട്ട് ആലോചിക്കുകയാണ്. അതുപോലെ ഇവിടെ നിന്നും വെളിയിലിറങ്ങാറായല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് വീണ്ടും ഇപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അവരുടെ മകനും അതേപോലെ തന്നെ ഭർത്താവും മരിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരം അടക്കം ചെയ്ത ആ ഒരു സ്ഥലമുണ്ടല്ലോ, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോ ലേഡിയോട് ഇങ്ങനെ പറയാണ്. അതേസമയം അവിടേക്ക് നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് അവരോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ മകൻ എന്താ സംഭവിച്ചേ, അവൻ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ മകനെ കുട്ടിക്കാലം മുതലേ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള കുറെ അസുഖങ്ങളുണ്ടായിരുന്നു. അവന് വയ്യാണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ വീട്ടിലില്ലായിരുന്നു, അങ്ങനെയാണ് അവൻ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരിപ്പോ കുറച്ചുകൂടി നല്ലതുപോലെ അടുത്തു, നല്ല സുഹൃത്തുക്കളായി. അതുപോലെ ഇവരുടെ ഭർത്താവ് മരിക്കുന്ന ആ ഒരു ദിവസം ഇവർ രണ്ടുപേരും വീട്ടിൽ നല്ല വഴക്കുണ്ടായിരുന്നു. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടാണ് ആ ഒരു ഭർത്താവ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയത്. അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് നല്ല ദേഷിച്ചാണ് സംസാരിച്ചത്, പക്ഷെ തിരിച്ചൊരിക്കലും വന്നിരുന്നില്ല. പിന്നെ അയാളുടെ ശരീരമാണ് എനിക്ക് കിട്ടിയത് എന്നെല്ലാം പറഞ്ഞ് ലിയാങ് വിഷമിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇതും കൂടി കേട്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ കാറിലേക്ക് കയറി പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോ അവരോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ ഭർത്താവിനെ കൊന്ന ആ ഒരുത്തൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് ക്ഷമിക്കോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ഇല്ല, ഞാൻ ഒരിക്കലും ക്ഷമ പറയത്തില്ല. അതുപോലെ ആ ഒരു കുറ്റവാളി ഇവിടെ നിന്ന് ഓടിപ്പോയതായിട്ടാണ് പോലീസ് പറഞ്ഞത്, നീ അതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഇവിടെയാണ് നമ്മുടെ ഹീറോ സത്യം പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ കാറടിച്ചത് ഞാനാണ്. പക്ഷെ ഇത് കേട്ടിട്ട് അവർക്ക് അത്ര അത്ഭുതം തോന്നുന്നില്ല. അവർ പെട്ടെന്ന് ഹീറോയോട് പറയും, പക്ഷെ എന്റെ ഭർത്താവിന്റെ ശരീരത്ത് തോക്കുകൊണ്ട് വെടിവെച്ചിരുന്നു, 2 ബുള്ളറ്റാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോ കാർ കൊണ്ടിടിച്ചിട്ടല്ല അയാൾ മരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നതും അത് കഴിഞ്ഞ അടുത്ത സീനിൽ സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുകയാണ്. ഹീറോ അന്ന് അവിടെ കാർ കൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഒരു എരുമ റോഡിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ മറ്റൊരു വഴിയെ പോകുമ്പോൾ ആ ഒരു റോഡിന് മുകളിലായിട്ട് മറ്റൊരു ഭാഗമുണ്ട്. അവിടെ കാറിനകത്ത് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ ഒരുപാട് പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്തായാലും ആ ഒരു കാര്യം അവനോട് ചോദിക്കും.
ഒരുപക്ഷേ അവൻ തരാൻ തയ്യാറല്ലാന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് അതിലൊരുത്തൻ തോക്കും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആരെയോ ഷൂട്ട് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ്. അങ്ങനെ വെടികൊണ്ട് അയാള് അവിടെ നിന്ന് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും ഇവർ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇയാളായാലും നടന്ന് അവസാനം ആ ഒരു വഴിയിൽ നിന്നും നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നതും ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ തന്റെ ആ ഒരു വാൻ കൊണ്ടുവന്നിട്ട് അയാളെ ഒരു ഒറ്റയിടി. അങ്ങനെ അയാളെ ഇടിച്ചിടുന്നതും ആ ഒരാളെ വെടിവെച്ച ആ ഒരുത്തനുണ്ടല്ലോ കില്ലർ, അവനിപ്പോ ആ ഒരു കാട്ടിൽ ഒളിച്ചു നിന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ആകുമ്പോഴത്തേക്കും ഹീറോ തന്റെ വാനും എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഇടി കൊണ്ട് അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട്, അയാൾ മരിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് ഈ ഒരു കില്ലർ ഉണ്ടല്ലോ അവൻ നേരെ തോക്കും കൊണ്ട് മുകളിലേക്ക് വന്നിട്ട് അയാളെ വീണ്ടും ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോ കുറെ ദൂരം പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇയാൾ മരിച്ചോ ഇല്ലേന്ന് നോക്കുമ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയത്തില്ല. രക്തത്തിൽ കുളിച്ചു കിടന്നത് കൊണ്ട് തന്നെ ഹീറോ വണ്ടി ഇടിച്ചത് കൊണ്ടാണ് അയാൾ മരിച്ചതെന്ന് പറഞ്ഞ് അയാളെ വലിച്ചെടുത്ത് ആ ഒരു കുഴിയിലേക്കിട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു കേസ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പോലീസ് അയാളുടെ ശരീരം അവിടെ ഒരു പുഴയുണ്ട്, അവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു പുഴയിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ സംശയമുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ചോദ്യം ചെയ്യാണ്. ഒന്ന്, ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ട്, അയാളെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ലിയാങ്ങിന്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലിയാങ് പണം കൊടുക്കാനുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരെ വിളിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തരോടും ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ ഒരു കൊലപാതകമായിട്ട് ഒരു ബന്ധമില്ലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ലിയാങ്ങിനെ വിളിച്ച് അവളോടിപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ഇതേപോലെ ഏതൊരു ബിഗ് ബോസിനെ കാണാനായിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞിരുന്നു ഏതൊരു ബിഗ് ബോസിനെ കാണാനായിട്ട് പോകണമെന്ന്. അതാരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതിനുശേഷം ഒരിക്കലും അയാൾ തിരിച്ചു വന്നിട്ടില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ലിയാങ്ങിനെ ഇപ്പോൾ അവിടെ നിന്ന് വിടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഈ ഒരു കേസിന്റെ പുറകെ പോവാണ്. അന്ന് ലിയാങ്ങിന്റെ ഭർത്താവ് അവസാനമായിട്ട് വന്നൊരു സ്ഥലമുണ്ട്, അതൊരു ബാറാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോടെല്ലാം ഈ ഒരു തീയതിയിൽ ഇങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർക്കാർക്കും അങ്ങനെ അറിയത്തില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു കണ്ണ് കാണാത്ത ഒരുത്തൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. അതേസമയം ഹീറോ ആണെങ്കിലോ അവിടെ ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കണ്ണ് കാണാത്ത അയാള് ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ആള് നീ പറയുന്ന തീയതിയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ നിങ്ങൾ എന്തായി പറയുന്നേ? അതെ, അന്ന് അയാളും അയാളോടൊപ്പം വേറെ 1-2 പേരും കൂടി ഉണ്ടായിരുന്നു, കൂടാതെ എന്നോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു കണ്ണ് കാണാത്ത അയാളുണ്ടല്ലോ ഈ ഒരു ബാറിലെ പാട്ടുകാരനാണ്. അതുമല്ല അന്നത്തെ ദിവസം തന്നെ മറ്റു കാര്യങ്ങളും സംഭവിച്ചു. എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. കാരണം മനുഷ്യര് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് അവരുടെ ശരീരം പെട്ടെന്ന് ചൂടാവും. ആ ഒരു ചൂട് എനിക്ക് അറിയാൻ കഴിയും. കൂടാതെ ആ ഒരാൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ പുറകെ തോക്കുമായിട്ട് ഒരാൾ പോയിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ശരിക്കും നിനക്ക് കണ്ണു കാണാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇതെല്ലാം അയാൾക്ക് ആ ഒരു ശബ്ദം വെച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ലോക്കറിന്റെ കാര്യവും ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ണു കാണാത്ത അയാൾ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട നമ്മുടെ ഹീറോ അത് കഴിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ലോക്കറിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഹീറോ അന്ന് അയാളെ ആ ഒരു കുഴിയിലേക്ക് വലിച്ചിട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടേക്ക് ചെന്ന് പരിശോധിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഒരു ലോക്കർ നമ്പരും അതേപോലെ തന്നെ ഒരു കീയും കിട്ടിയിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കി ഹീറോ നേരെ വീട്ടിലേക്ക് ചെന്ന് ആ ഒരു ലോക്കർ നമ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് 19 എന്നുള്ള ലോക്കർ നമ്പറാണ്. അങ്ങനെ അതും എടുത്ത് ഹീറോ നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ആ ഒരു ലോക്കർ കണ്ടുപിടിച്ച് അത് തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ലേഡി വന്നിട്ട് ഹീറോയെ വിളിച്ചിട്ടാണ് നിക്ക് ലോക്കർ തുറക്കാൻ വരട്ടെ, എന്തായാലും അവസാനം നിങ്ങളെ കണ്ടുപിടിച്ചു, 1 മാസമായി നിങ്ങൾ ഈ ഒരു ലോക്കർ യൂസ് ചെയ്തിട്ട്, ശരി എന്തായാലും അത്രയും നാളത്തെ ആ ഒരു ഫീസ് അടച്ചിട്ട് ലോക്കർ തുറന്നാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും അല്ല എത്രയാണ്? 150 എന്ന് പറയുന്നതും അത്രയായോ, ശരി കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഹീറോ ആ ഒരു പണം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവർ പറയും ഓക്കെ ശരി നിങ്ങൾ പോയി ലോക്കർ തുറന്നു എന്നിങ്ങനെ പറയുന്നതും ഹീറോ നേരെ ചെന്നിട്ട് ആ ഒരു ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു ബാഗ് ഉണ്ട്. അതുമല്ല പതി ആ ഒരു ബാഗ് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരുപാട് പണം ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് ലിയാങ്ങിന്റെ ഭർത്താവിനെ ആ ഒരു കില്ലർ കൊന്നത്. അപ്പൊ അവർക്ക് എന്തായാലും ഈ ഒരു പണമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഈ ഒരു പണത്തിന് വേണ്ടിയാണ് അവനെ കൊന്നത്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പതിയെ ഒരു ബാഗ് എടുത്ത് അവിടെ നിന്നും നടന്നിങ്ങനെ പോവാണ് ആരും കാണാതെ. എന്തായാലും ഈ ഒരു ബാഗ് മറ്റെവിടെയെങ്കിലും കൊണ്ടുവച്ചേ പറ്റൂ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ കാണിക്കുമ്പോൾ ലിയാങ്ങിന്റെ ഭർത്താവിനെ കൊന്ന ആ ഒരു കില്ലർ ഉണ്ടല്ലോ അവനിപ്പോ അതേ തോക്കുമായിട്ട് നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഹീറോ അത് അറിയുന്നില്ല. എന്തായാലും ആ ഒരു കില്ലറിന് മനസ്സിലായി ഹീറോയ്ക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാന്ന്. അതേസമയം ഹീറോ പതിയെ നടന്ന് അവന്റെ ആ ഒരു വാനിൽ ആരും കാണാതെ കയറിയിട്ട് വാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും പുറകെ വന്ന ഈ ഒരു കില്ലറിന് ഇപ്പൊ ഹീറോയെ ഫോളോ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ഇപ്പൊ കാണിക്കുമ്പോൾ അവിടേക്ക് മറ്റൊരാൾ കാറിലിങ്ങനെ വരികയാണ്.
പെട്ടെന്ന് അയാളെ തടഞ്ഞു നിർത്തി ആ ഒരു കില്ലർ അയാളെ വലിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. അപ്പൊ അയാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഹേയ്, നീ എന്താ ചെയ്യുന്നത്? എന്നെ കാറ് മോഷ്ടിക്കാൻ പോവാണോ? നിന്നെ ഞാൻ എന്തായാലും കൊല്ലുമെന്നെല്ലാം പറയുന്നതും അയാളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് അയാളെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു കാറും എടുത്ത് നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്തിങ്ങനെ വരികയാണ്. കുറേ ദൂരം വരുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ആരോ ഒരാൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേഗതയിൽ ആ ഒരു വാൻ ഓടിച്ച് മറ്റൊരിടത്തേക്ക് വണ്ടി ഇങ്ങനെ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു വാൻ അവിടെ നിർത്തുന്നതും പുറകിലെ ആ ഒരു കില്ലർ വരുന്നുണ്ടായിരുന്നു. അവനും പതിയെ അവിടെ വണ്ടി നിർത്തും. അപ്പോൾ ഹീറോ തന്റെ വാനിൽ നിന്നും പതിയെ ഇറങ്ങി ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ഈ ഒരു കില്ലറിന്റെ കയ്യിൽ തോക്കുണ്ടല്ലോ, കില്ലർ ആ ഒരു തോക്കും കൊണ്ട് നടന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്ന ആ ഒരു വാനിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് പണം ഇരിപ്പുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ പുറകിലെ രണ്ടുപേരും വന്നിട്ട് ഹേയ് അതാരാണെന്ന് ഇങ്ങനെ ചോദിച്ച് ഹേയ് അവിടെ നിൽക്കെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ ബുള്ളറ്റ് പലയിടങ്ങളിലായിട്ട് കൊള്ളുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വെടിയേച്ച കേട്ടതിന് ശേഷം പിന്നെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പാതിയെ വാനിന്റെ പുറകിലൂടെ മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. അവ വാനിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു പണം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ തന്റെ വാനും എടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അതിനൊരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഹീറോ ആ ഒരു ബാഗ് കൊടുത്ത് തന്റെ വാനിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ അവിടെ രണ്ട് പോലീസുകാര് ഈ ഒരു കേസിനെ പറ്റി അന്വേഷിച്ച് അവിടെ എല്ലാം ഇങ്ങനെ നടന്നിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കില്ലർ ആ ഒരു കാറുകാരനെ വെളിയിലേക്ക് വെച്ച് അയാളെ കൊന്നിട്ട് അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാറുകാരൻ വെടികൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നു. അതുപോലെ തന്റെ കാർ എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഈ ഒരു പോലീസുകാർ ഇപ്പോൾ ഫോളോ ചെയ്ത് വരികയാണ്. അങ്ങനെ ഈ ഒരു പോലീസുകാർ കില്ലറിനെ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് കില്ലർ നമ്മുടെ ഹീറോയുടെ വാനിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അവർ കാണുന്നതും. അങ്ങനെ ഈ ഒരു പോലീസുകാരും അതേപോലെ തന്നെ ആ ഒരു കില്ലറുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ ഒരു പോലീസുകാരാണെങ്കിൽ ഇപ്പോൾ കില്ലറിനെ ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് കില്ലർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ രണ്ടുപേരും കില്ലറിന്റെ പുറകെ വന്ന് അതിലൊരു പോലീസുകാരൻ ഈ കില്ലറിന്റെ മുന്നിൽ പെട്ടുപോയിട്ട് ആ കില്ലർ ഇപ്പോൾ പോലീസുകാരനെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കൂടെയുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാൾ ഈ ഒരു കാര്യം കാണുന്നുണ്ട്, പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കില്ലർ പോയതിനു ശേഷമാണ് അയാൾ നേരെ ആ ഒരു മരിച്ചു കിടക്കുന്ന പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹീറോ തന്റെ വാനും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പണം എന്ത് ചെയ്യണമെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല, തന്റെ കാമുകിയോടും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പണവും കൊണ്ട് വലിയൊരു പാടമുണ്ട്. ആ ഒരു പാടത്തിനടുത്തായിട്ട് ഒരു എണ്ണ പാന നിൽപ്പുണ്ട്. അതിന് ചുവട്ടിലായിട്ട് ഈ ഒരു ബാഗ് കുഴിച്ചിടും. അങ്ങനെ ആ ഒരു പണം അവിടെ കുഴിച്ചിട്ടതിന് ശേഷം ഇനി എന്തായാലും അറിയാം പണത്തിന് വേണ്ടി ഹീറോയെ ആ ഒരു കില്ലർ ഫോളോ ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു തോക്ക് വാങ്ങിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവിടെയുള്ള ഒരാൾക്ക് പണം കൊടുത്തിട്ട് ഇതേപോലെ ഒരു തോക്ക് വേണമെന്ന് പറയുമ്പോൾ അവനൊരു വലിയ തോക്ക് എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഇല്ലില്ല, ഇതെനിക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ഒരു തോക്ക് മതി, ഇതാണെങ്കിൽ നീ എയിം ചെയ്യണ്ട, എപ്പോഴും ലോഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ദേ കണ്ടോന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് അവിടെ ഇവിടെ ആയിട്ട് ഷൂട്ട് ചെയ്ത് അവസാനം അതിലൊരു ബുള്ളറ്റ് ഈ ഒരു വെടി വെക്കുമല്ലോ അവന്റെ ദേഹത്തേക്ക് തന്നെ കൊള്ളുമ്പോഴത്തേക്കാണ് അവൻ ഓ സോറി എന്നും പറഞ്ഞ് ഹീറോയും അവിടെ നിന്ന് ഒരു തോക്കും വാങ്ങിയിട്ട് നേരെ തിരിച്ചു പോവാണ്. അതേസമയം ഈ ഒരു കില്ലറിനെ കാണിക്കാണ്. ഹീറോ താമസിക്കുന്ന ആ ഒരു സ്ഥലം കില്ലർ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ തന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കില്ലറും അവിടെ വന്നു. അപ്പോൾ ഹീറോ ഒരു ബിൽഡിങ്ങിനകത്തൂടെ നടന്നു പോകുമ്പോൾ കില്ലർ അതിന് വെളിയിലൂടെ നടക്കുകയാണ്. ഈ ഒരു കാര്യം ഹീറോ കണ്ടു. എന്നിട്ട് കില്ലർ നടന്നു പോകുന്നതിന്റെ പുറകെ തന്നെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തില് അത് കില്ലർ അല്ലായിരുന്നു, അത് വേറെ ആരുമാണ്. എന്നിരുന്നാലും ഹീറോയ്ക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഹീറോ ആ ഒരു തോക്കും കൊണ്ട് തന്റെ റൂമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് വെളിയിൽ എന്തോ ഒരു ശബ്ദം, വീടിനകത്ത് ആരോ കയറിയതുപോലെ. ഹീറോ അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നു, ആരെ കാണുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലേഡി. ഹീറോ അങ്ങ് പേടിച്ചു പോകും. ഇപ്പൊ ഷൂട്ട് ചെയ്താനേ. അപ്പോഴാണ് ആ ഒരു ലേഡി ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണറാണ്. അവര് ഹീറോയോട് പണം ചോദിക്കാണ്, നീ വാടക തന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഹീറോയോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിലേക്ക് ഇവിടെ നിന്നോ ഒരു ബുള്ളറ്റ് വന്ന് ഇങ്ങനെ കൊള്ളുന്നതും ആ ഒരു സ്ത്രീ അപ്പൊ തന്നെ അവിടെ മരിച്ചു വീഴുന്നു. അപ്പൊ എന്തായാലും അതൊരു കില്ലറാണ്. ഹീറോ അങ്ങനെ ഒളിച്ചിരിക്കുന്നതും പെട്ടെന്ന് 1-2 തവണ അവിടേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു വീടിന്റെ മറ്റൊരു ജനാല വഴി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. ഓടി ഈ ഒരു തുണിയെല്ലാം വാഷ് ചെയ്യുന്ന വലിയൊരു സ്ഥലമുണ്ട്, അതൊരു കമ്പനിയാണ്, അതിനകത്തേക്ക് കയറിപ്പോവും. അപ്പൊ ഈ ഒരു കില്ലറും ഹീറോയുടെ പുറകെ തന്നെയുണ്ട്. അപ്പോഴീ ഹീറോ ആണെങ്കിലോ ഓടി ഈ ഒരു ഭാഗത്തെല്ലാം ടെന്റ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ചുറ്റുമായിട്ട് ഹീറോ ഇങ്ങനെ വന്ന് നിൽക്കാണ്. അപ്പൊ ആ ഒരു കില്ലറിനെ കാണാനില്ല. ഓക്കെ, അവൻ എന്തായാലും തന്നെ കണ്ടു കാണില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ വരുന്നതും ആ ഒരു കില്ലർ പുറകിലൂടെ വന്ന് തോക്കുകൊണ്ട് ഒരു ഒറ്റ ഇടി കൊണ്ട് ഹീറോ താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ്. അങ്ങനെ ഓടി ഇതുപോലെയുള്ള ആ ഒരു ടെന്റ് ഉണ്ടല്ലോ അതിനകത്ത് ഈ ഒരു തുണിയെല്ലാം കൂട്ടിയിട്ടുണ്ട്. അവിടേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് ഈ തുണിയെല്ലാം തൂക്കിയിടുന്ന ഹാങ്ങിങ് അത് കയ്യിൽ പിടിച്ച് കില്ലറിനെ ഇടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കില്ലർ ഹീറോയെ കണ്ട് പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്നു.
അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം മുകളിലേക്ക് എന്നെ ഷൂട്ട് ചെയ്യുന്നതും ഈ ഒരു കമ്പനിയുടെ വെളിയിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇയാൾ ഈ ഒരു ശബ്ദം കേട്ട് പതിയെ ആ ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു തോക്ക് മാത്രം കിടപ്പുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ആരെ ഇടിക്കുന്ന ആ ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു. അങ്ങനെ ഈ ഒരു സെക്യൂരിറ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തോക്കെടുത്ത് മുകളിലേക്ക് എന്നെ ഷൂട്ട് ചെയ്യുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ അവിടേക്ക് പോലീസ് എല്ലാം വന്നിട്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. അപ്പോഴാണ് ഈ ഒരു സെക്യൂരിറ്റി പറയുന്നത്, ഇതുപോലൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ രണ്ടുപേരും കുറച്ച് ദൂരെയായിട്ട് നിന്ന് ഇടി വിടുന്നത് കണ്ടു. അതുമല്ല അതിലൊരാളാണെങ്കിലേ മറ്റൊരാളുടെ മുകളിലേക്ക് കയറിയിരുന്ന് എന്തോ ഉപയോഗിച്ച് അയാളുടെ തലക്കിടിക്കുമായിരുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്തോ കല്ലോ ഇഷ്ടികയോ അങ്ങനെ എന്തോ ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ താഴെ ഈ ഒരു തോക്ക് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ആ ഒരു തോക്കെടുത്ത് ഞാൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരാള് ഓടി രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുന്നതും അവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ആ ഒരു കില്ലറുമായിട്ട് നല്ലതുപോലെ ഇടിയുണ്ടാക്കി അവസാനം ഒരു കല്ലെടുത്ത് ഹീറോ തന്നെ കില്ലറിനെ ഇടിച്ചങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു സെക്യൂരിറ്റി അപ്പൂപ്പൻ ഇവിടേക്ക് വന്ന് ഈ ഒരു തോക്ക് കണ്ട് മുകളിലേക്ക് എടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സെക്യൂരിറ്റി അപ്പൂപ്പൻ പോലീസുകാരനോട് പറയുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ നേരെ ലിയാങ്ങിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആ ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുന്നതും ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എങ്ങനെയാ കുറ്റയേറ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസുകാർ ഹീറോയെ പിടിച്ചിട്ട് ഹീറോ കുഴിച്ചിട്ട് ആ ഒരു പണം ഉണ്ടല്ലോ അതെവിടെയാണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ അവരത് കുഴിയെടുത്ത് നോക്കുമ്പോൾ അവിടെ ആ ഒരു ബാഗ് കാണാനില്ല. അപ്പൊ ഹീറോയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറപ്പാണോ പണം ഇവിടെ തന്നെയാണ് ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ ഒരു എണ്ണപ്പനയുടെ താഴെ തന്നെയാണ് ഞാൻ പണം കുഴിച്ചിട്ടത്. പക്ഷെ ആ ഒരു സമയത്ത് ഇവിടെ കുറച്ച് കുടിയന്മാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരും എല്ലാം കണ്ടിട്ട് ഇത് കുഴിച്ചെടുത്തോണ്ട് പോയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ആ ഒരു പണം എന്തായാലും പോയി. പണവും കിട്ടിയില്ല, നമ്മുടെ ഹീറോ വെറുതെ ജയിലുമായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ലിയാങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ ഈ ഒരു ബാഗ് ഇരിക്കുന്നു. അവരത് തുറന്നു നോക്കുന്നതും അതിനകത്ത് നിറയെ പണമുണ്ട്. അപ്പോഴാണ് ഇവിടെ ജയിലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എന്തോ ഒരു നല്ല കാര്യം ചെയ്തതുപോലെ ആശ്വസിച്ചിങ്ങനെ ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു പണം അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് നമ്മുടെ ഹീറോ ആണ്. അത് അവരറിയാതെയാണ് അവരുടെ വീടിന് വെളിയിൽ വെച്ചത്. അതുകൊണ്ട് ആ ഒരു പണം എടുത്ത് ലിയാങ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നല്ലതുപോലെ ജീവിക്കാൻ തുടങ്ങി. അതുമല്ല തന്റെ ജീവിതത്തിൽ ഇത്രയും കാലം സംഭവിച്ച ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ ഒരാളുണ്ട്, അയാളോട് ഈ ഒരു കഥകളെല്ലാം ഇങ്ങനെ പറയാണ്. അതുപോലെ ഇന്നാണ് നമ്മുടെ ഹീറോ റിലീസ് ആവുന്നത് എന്നുള്ള കാര്യവും അവർക്കറിയാം. എന്നിട്ട് ഈ ഒരാളോട് ഈ ഒരു കഥയെല്ലാം പറഞ്ഞ് അവൻ ഇന്നാണ് റിലീസ് ആവാൻ പോകുന്നത്. അതുമല്ല ഒരുപക്ഷെ ഞാൻ അന്ന് തന്നെ മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് സംഭവിക്കില്ലായിരുന്നു, ഈ ഒരു പണം എനിക്ക് കിട്ടത്തില്ലായിരുന്നു, ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. അന്ന് എന്തോ ഞാൻ മരിക്കാനായിട്ട് അവിടെ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു കല്ല് മുന്നിലേക്ക് വന്ന് വീണു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. അത് ആരാണ് ചെയ്തതെങ്കിലും അന്നാണ് ഞാൻ മരിക്കണം എന്നുള്ള ഒരു തീരുമാനം മാറ്റി ജീവിക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്നിങ്ങനെ ലിയാങ് ആ ഒരാളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സത്യത്തിൽ അന്ന് ആ ഒരു കല്ലെടുത്ത് എറിഞ്ഞതേ നമ്മുടെ ഹീറോയാണ്. അവര് മരിക്കാനായിട്ട് ആ ഒരു പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹീറോ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവര് മരിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞത് ഹീറോയാണ്. എന്നിട്ട് അവര് കാണാതെ ഹീറോ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അയാളോട് പറഞ്ഞ് അവരവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുന്നതും ഇപ്പൊ അവരുടെ ജീവിതം എന്തായാലും ഒരു കുഴപ്പമില്ല, അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ റിലീസ് ദിവസമായി. അന്ന് ഹീറോയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഷർട്ട്, പിന്നെ അവന് താമസിക്കാനുള്ള പുതിയ ID കാർഡ്, താമസ സ്ഥലം, ഇതിനുള്ള അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതൊരാൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ് എന്ന് പറയുന്നതും ഹീറോ അതെല്ലാം വാങ്ങിയിട്ട് ഇപ്പോൾ ജയിലിൽ നിന്ന് റിലീസായി എല്ലാവരും വെളിയിലേക്ക് വരുമ്പോൾ അവരുടെ ഫാമിലി എല്ലാം അവരെ കൂട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാണിക്കുമ്പോൾ ഒരു ലേഡി അവിടെ നിൽക്കുന്നു. ഹീറോ നടന്ന് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ അത് ലിയാങ് അല്ലായിരുന്നു, അത് വേറെ ഏതൊരു സ്ത്രീയാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഹീറോയെ ഇത്രയും കൊല്ലം അറസ്റ്റ് ചെയ്തിട്ടത് ഹീറോ ആ ഒരു കില്ലറിനെ കൊന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനി എന്തായാലും ഹീറോയ്ക്ക് പുതിയൊരു ജീവിതം ജീവിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഹീറോ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സത്യത്തിൽ ഹീറോ അറിയാതെ ഒരാളെ കൊണ്ടിടിച്ചു. ഹീറോ കാരണമാണ് അയാൾ മരിച്ചതെന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യയോട് ക്ഷമ ചോദിക്കാനായിട്ടാണ് ഹീറോ പോയത്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഹീറോ കാരണമല്ല അയാൾ മരിച്ചത് എന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കി ആ ഒരു പണം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതും ഹീറോയ്ക്ക് കിട്ടിയില്ല. എന്നിരുന്നാലും മരിച്ച അയാളുടെ ഭാര്യയെ സഹായിക്കാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിഞ്ഞു. ആ ഒരു സന്തോഷത്തിലാണ് ഹീറോ ക്ലൈമാക്സിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നതും. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും ബൈ.